വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ, വേറെ ഒന്നല്ല. പി ടി എ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പാരന്റും ടീച്ചറും തമ്മിലുള്ള ഒരു ചെറിയൊരു കോൺവെർസേഷൻ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ എന്താ പറയണേ? നമസ്തേ അല്ലെ, അല്ലെങ്കിൽ സുപ്രഭാത് മാം, അല്ലെങ്കിൽ നമസ്തേ മാം. മാം ഏബിൾ की मम्मी हूँ, मैं ഏബിൾ की मम्मी हूँ. അല്ലെങ്കിൽ നിങ്ങളുടെ മോൻ്റെ പേര് കേട്ടോ, എൻ്റെ മോൻ്റെ പേര് ഏബിള്. ഓക്കെ, അപ്പോൾ ഞാൻ ഏബിളിൻ്റെ മമ്മിയാണ്. അതുപോലെ തന്നെ പപ്പയാണെങ്കിൽ മേ ഏബിൾ കാ പപ്പാഹും. അവിടെ കാ എന്നുള്ളത് കീ എന്നുള്ളത് കാ എന്നാക്കണം കേട്ടോ. ഏബിൾ കാ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീലിംഗവും പുല്ലിംഗവും നോക്കിയിട്ടാണ്. പാരന്റ് പപ്പയാണെങ്കിൽ അവിടെ കായും, പാരന്റ് മമ്മി ആണെങ്കിൽ അവിടെ കീയും ആണ് വരുന്നത് കേട്ടോ. ശരി, ആദ്യം തന്നെ നമ്മൾ എന്താ ചോദിക്കുക? നമ്മുടെ മോൻ അല്ലെങ്കിൽ നമ്മുടെ മോള് പഠിക്കാൻ എങ്ങനെയാണെന്ന് ചോദിക്കുക അല്ലെ. മെര ബേട്ട അല്ലെങ്കിൽ മേരി ബേട്ടി. ഓക്കെ, മെര ബേട്ട പഠായി മേ കേസാ ഹേ, മെര ബേട്ട പഠായി മേ കേസാ ഹേ. എൻ്റെ മോൻ പഠിക്കാൻ എങ്ങനെയാണ് അല്ലെങ്കിൽ പഠിത്തത്തിൽ എങ്ങനെയാണ്? അപ്പൊ മാഡം പറയും, നോർമലി ഇപ്പൊ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ തന്നെയാണ് അല്ലേ. വോ പഠായി മേ ടീക്ക് ഹേ, വോ പഠായി മേ ടീക്ക് ഹേ. അവൻ പഠായിൽ ക്ലിയർ ആണ്, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ടി കെ എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ. അല്ലെങ്കിൽ ഓ പടായ്മ അച്ഛാ ഹേ, അച്ഛാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് പഠിക്കുന്നവനാണെന്നുള്ള അർത്ഥത്തിലാട്ടോ. വോ പടായ്മ അച്ഛാ ഹേ. ഇനിയിപ്പോ ചില ടീച്ചേഴ്സ് എന്താ പറയാ, നന്നായിട്ട് പഠിക്കുമെങ്കിലും ചില കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻസ് പറയാനുണ്ടാവും അല്ലെ. അങ്ങനെ 1-2-3 കംപ്ലൈൻസ് നമുക്ക് നോക്കാം. വോ പടായ്മ അച്ഛാ കർ റഹാ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അച്ഛാ ഹേ, അവൻ പഠിക്കാൻ നല്ലതൊക്കെയാണ്, പക്ഷേ പക്ഷേ അല്ലെങ്കിൽ ലേക്കിൻ പക്ഷേ എന്താണ്, അവൻ നല്ല ടോക്കറ്റീവ് ആണെന്ന് പറയില്ലേ, അവൻ ടോക്കറ്റീവ് ആണ്. അല്ലെങ്കിൽ ബാത്തുനി, വോ ബാത്തുനി ഹേ. ബാത്തുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കും, ക്ലാസ്സിൽ സംസാരിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ. വോ ബാത്തുനി ഹേ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ബാത്തുനി ഹേ, അതാണ് കേട്ടോ. അല്ലെങ്കിലോ ചിലർ പറയും പഠിക്കാനൊക്കെ നല്ലതാണ്, പക്ഷെ എന്താണ് കയ്യക്ഷരം, അവരുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതല്ല. ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ലിഖാവട്ട് എന്നാണ്. ഉസ്കി ലിഖാവട്ട് ബഹുത് ഗന്ദി ഹേ, ഉസ്കി ലിഖാവട്ട് ബഹുത് ഗന്ദി ഹേ. അല്ലെങ്കിൽ ബഹുത് ഖരാബ് ഹേ എന്നും പറയാം. ഖരാബ് മോശം എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അവന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ജി മാം വോ മുझे പത്താ ഹേ. നമുക്കറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ, നമ്മുടെ മോന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ജി മാം അല്ലെങ്കിൽ ഹാ മാം വോ മുझे പത്താ ഹേ. മേ ബി ഞാനും, ഉസ്കി ലിഖാവട്ട് കെ ബാരേ മേ, ഉസ്കി ലിഖാവട്ട് കെ ബാരേ മേ, അവന്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ കാര്യത്തിൽ ബാരേ മേ കേട്ടോ. ഉസ്കി ലിഖാവട്ട് കെ ബാരേ മേ, മേ ബി എന്ന് പറഞ്ഞാൽ ഞാനും. പരിശാൻ ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലാണ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. പിന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക അല്ലെ, എങ്ങനെ? മാം ആപ് ഉസ്കി ലിഖാവട്ട് പർ തോടാ ധ്യാൻ ദീജിയെ, ആപ് ഉസ്കി ലിഖാവട്ട് പർ തോടാ ധ്യാൻ ദീജിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഹാൻഡ് റൈറ്റിംഗിൽ തോടാ ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, കുറച്ച് ശ്രദ്ധ കൊടുക്കണം. ധ്യാൻ ദീജിയെ, നമ്മളൊന്ന് സഹായിക്കണം എന്നുള്ള റിക്വസ്റ്റ് രൂപത്തിൽ കേട്ടോ. അതല്ലെങ്കിൽ മാം തിരിച്ചിങ്ങോട്ടും പറയും, നമ്മളോടും പറയും അല്ലെ, നിങ്ങളൊന്ന് എന്താ പറയാ ശ്രദ്ധിക്കണം. ഉസ്കി ലിഖാവട്ട് പർ ധ്യാൻ ദീജിയെ എന്ന് നമ്മളോടും ടീച്ചേഴ്സിനും പറയാം. ഓക്കെ, ശരി. ഇനി മറ്റൊരു കംപ്ലൈന്റ് ആണ് എന്ത്? ചില പിള്ളേര് എന്താ പറയാ കുറച്ച് അടിപിടിയൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോൾ മാഡം പറയും അവൻ ക്ലാസ്സിൽ പഠിത്തത്തിലൊക്കെ നല്ലതാണ്, പക്ഷേ ലേക്കിൻ അവന്റെ ക്ലാസ്സിലുള്ള പെരുമാറ്റത്തിന് ചില പ്രശ്നങ്ങളുണ്ട് അല്ലെ. അതെങ്ങനെ പറയാം? നമ്മൾ പിള്ളേര് എന്താ പറയാ കുറച്ച് അടിപിടി കൂടുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ മാഡം പറയുന്നത് ഇങ്ങനെയായിരിക്കും, ക്ലാസ് മേ ഉസ്ക വ്യവഹാർ അച്ഛാ നഹീ. വ്യവഹാർ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ കേട്ടോ. ക്ലാസ് മേ ഉസ്ക വ്യവഹാർ അച്ഛാ നഹീ, അവന്റെ പെരുമാറ്റം മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ്സിൽ അവന്റെ പെരുമാറ്റം അത്ര നല്ലതല്ല. അപ്പൊ നമ്മൾ പേടിക്കല്ലേ, പാരന്റ്സ് എത്ര വന്നാലും ടെൻഷൻ അടിക്കും. ക്യാ ഹുവാ മാഡം, ക്യാ കിയാ ഉസ്നെ, ക്യാ ഹുവാ മാഡം, ക്യാ ഹുവാ എന്ത് പറ്റി, ക്യാ കിയാ ഉസ്നെ, ക്യാ കിയാ എന്ത് ചെയ്തു, ഉസ്നെ അവൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ മാഡം എന്താ പറയാ? കബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്. ഛാത്ര ശിക്കായത്ത്
करते हैं. കഭി കഭി ഛാത്ര ശികായത്ത് കർത്തേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഛാത്ര എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് കേട്ടോ, സ്റ്റുഡന്റിനെയാണ് ഛാത്ര എന്ന് പറയാം. ഓക്കെ, ഛാത്ര ശികായത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ്, കർത്തേ ഹെ കംപ്ലൈന്റ് പറയാറുണ്ട്. എന്ത്? കി ഉസ്നെ ഉനെ പീട്ട. കി കി എന്ന് പറഞ്ഞാൽ എന്ത്, അത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ, ആ ഒരു ദാറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. കി ഉസ്നെ ഉനെ പീട്ട, അവൻ അവരെ അടിച്ചു. പീട്ടനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുക എന്നാണ്. അപ്പോൾ കഭി കഭി ഛാത്ര ശികായത് കർത്തേ ഹെ കി ഉസ്നെ ഉനെ പീട്ട, അവൻ കുട്ടികളെ അടിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. ചില പാരന്റ്സിന് കേൾക്കേണ്ടി വരുന്ന കംപ്ലൈൻസുകളാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മക്കൾക്ക് ഏതാണ് കേൾക്കേണ്ടി വരുന്നത് നിങ്ങൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശരി, അപ്പൊ നമ്മൾ എന്ത് പറയും? തീർച്ചയായിട്ടും സോറി പറയണം അല്ലേ? ഓക്കെ, ചില പാരന്റ്സിന് സോറി പറയേണ്ടി വരാറുണ്ട്. സോറി മാം, അല്ലെങ്കിൽ മാഫ് കീജിയെ മാം, മാഫ് കീജിയെ മാം, മാം നിശ്ചിത് രൂപസെ, ഞാൻ മാം നിശ്ചിത് രൂപസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു പ്രോമിസ് കൊടുക്കണം കേട്ടോ. മാം നിശ്ചിത് രൂപസെ ഇസ് മാമലേക്കോ ദേക്കൂങ്കി, ഇസ് മാമലേക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനെ ദേക്കൂങ്കി നോക്കിക്കോളാം, ഇനി അത് ആവർത്തിക്കില്ല എന്നുള്ള രീതിയിൽ മാഡത്തിന് പ്രോമിസ് ചെയ്യുന്ന, മനസ്സിലായോ? മാം നിശ്ചിത രൂപസെ ഇസ് മാമലേക്കോ ദേക്കൂങ്കി. ഓക്കെ, ഇനി കിട്ടുന്ന ഒരു കംപ്ലൈന്റ് എന്തായിരിക്കാം? കംപ്ലൈന്റ് അല്ല, ചില കുട്ടികളുടെ ബുദ്ധിമുട്ടാണ് അല്ലെ, എന്താ പറയാ, വേഗം എഴുതാൻ പറ്റില്ല, അവൻ സ്പീഡിൽ എഴുതുന്നില്ല അല്ലെ, അത് കേൾക്കാറുണ്ട്. വോ ബൗത്ത് ധീരെ ലിഖ്താ ഹെ, ധീരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോവില്, വോ ബൗത്ത് ധീരെ ലിഖ്താ ഹെ, അവൻ വളരെ പതുക്കെയാണ് എഴുതുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവുന്നത്? ക്ലാസ് വർക്ക് ഒന്നും കംപ്ലീറ്റ് ആവാൻ പറ്റില്ല അല്ലെ, മക്കൾക്ക് നോട്ട്ബുക്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓർ കൈ ബാർ തോ അപ്പന ക്ലാസ് വർക്ക് ബി ഖതം നഹി കർ പാതാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ, അപ്പൊ എന്താണ്ടാവുന്നേ? ഓർ കൈ ബാർ തോ ചിലപ്പോ ഒക്കെ അപ്പന ക്ലാസ് വർക്ക് ബി, അവന്റെ ക്ലാസ് വർക്കുകള് സമയ പർ അല്ലെങ്കിൽ ടൈം പർ ഖതം നഹി കർ പാതാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർക്കാൻ കഴിയാറില്ല അവന്. കർ പാതാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയാറില്ല എന്നാണ്. നഹി കർ പാതാ ഹെ, ഓക്കെ, കഴിയാറില്ല. ഓക്കെ, അപ്പോൾ അതും ഒരു വലിയൊരു പ്രശ്നമാണ് അല്ലെ. ചില മക്കൾക്ക് വളരെ സ്ലോയിൽ എഴുതാൻ പറ്റത്തുള്ളൂ, എഴുതി വരുമ്പോഴത്തേക്കും ടീച്ചർ മായ്ച്ചു കളയും. അപ്പോൾ എന്താ പറയാ, ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചില ടീച്ചേഴ്സ് പറയാറുണ്ട്. ഓക്കെ, ഇനി എന്താ, ഇനിയിപ്പോ നമ്മള് ഓൾമോസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെല്ലുണ്ടാവുക അല്ലെ PTA മീറ്റിങ്ങിന്. അപ്പൊ യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, നമ്മൾ ചോദിക്കുകയാണ് യൂണിറ്റ് ടെസ്റ്റ് മേ ഉസ്കാ പ്രദർശൻ कैसा था, പ്രദർശൻ അല്ലെങ്കിൽ പെർഫോമൻസ്, അതാണ് കേട്ടോ. യൂണിറ്റ് ടെസ്റ്റ് മേ ഇസ്കാ പെർഫോമൻസ് कैसा था. അപ്പൊ മാഡം പറയാണ്, അവൻ പഠിക്കാനൊക്കെ നല്ല മിടുക്കനാണ്, പക്ഷെ ഈ പ്രാവശ്യം അവൻ എന്താണ്, കുറച്ച് മാർക്ക് കുറവാണ്, മാർക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. എങ്ങനെയാ പറയാം? വോ പഠായി മേ ബഹുത് അച്ഛാ ഹെ, അവൻ പഠിക്കാൻ നല്ല കുട്ടിയാണ് അല്ലേ. पर പക്ഷേ इस बार उसके बहुत कम नंबर आए हैं. बहुत कम नंबर എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗത്ത് വളരെ കുറച്ച് നമ്പർ എന്നും പറയാം ചിലവര്, അല്ലെങ്കിൽ കം മാർക്ക് എന്നും പറയും കേട്ടോ. ഓൾമോസ്റ്റ് ഹിന്ദിക്കാർ അങ്ങനെയും പറയാം. ബൗത്ത് കം നമ്പർ ആയേ ഹെ, അവന് വളരെ കുറച്ച് നമ്പറേ വന്നുള്ളൂ എന്നല്ല, കുറച്ച് മാർക്കേ കിട്ടിയുള്ളൂ. ക്യാ ഹുവാ, എന്ത് പറ്റി എന്ന് ടീച്ചർ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും? പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എന്തെങ്കിലും റീസൺ കാണും അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ റീസൺ പറയാണ്, മാം എക്സാം കെ ദൗരാൻ ഉസ്കെ തബിയത്ത് ठीक नहीं दे इसलिए എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം കെ സമയം എന്ന് പറയാം. എക്സാമിന്റെ സമയത്ത് मैम एग्जाम के समय उसकी तबीयत ഖരാബ് താ അല്ലെങ്കിൽ ടീക് നഹി താ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സുഖമില്ലായിരുന്നു. തബിയത്ത് ടീക് നഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമില്ല എന്നുള്ളതാണ്, നമുക്ക് അസുഖമായിരുന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, ശരി. ഇനി എന്താ, ഇനി ടീച്ചേഴ്സ് പറയുന്ന ചില വാക്കുകളുണ്ട്. എന്ത്? അവൻ മാത്സിൽ കുറച്ച് വീക്കാണ്. അപ്പൊ വീക്ക്, കംസോർ, വോ മാത്സ് മേ തോടാ കംസോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് കേട്ടോ. വോ മാത്സ് മേ തോടാ കംസോർ, അവൻ മാത്സിൽ കുറച്ച് വീക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സെന്റൻസുകളാണല്ലോ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്. ഇനി കുഞ്ഞു മക്കളുടെ അമ്മമാരാണെങ്കിൽ എന്താണ്, ലഞ്ച് ബോക്സ്, അതൊരു വലിയ പ്രശ്നമായിരിക്കും അല്ലെ. ലഞ്ച് ബോക്സ് എല്ലാ സ്കൂളിലും അങ്ങനെയാണോന്ന് അറിയില്ല.
ചില സ്കൂളുകളൊക്കെ എന്താ പറയാ ലഞ്ച് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, തിരിച്ച് വീട്ടിലോട്ട് കുഞ്ഞുമക്കൾ കൊണ്ടുവരും അല്ലെ. നമ്മുടെ ഇവിടുത്തെ സ്കൂൾ അങ്ങനെയല്ല, ഇവർക്ക് ടിഫിൻ കമത്തി കാണിച്ചു കൊടുക്കണമെന്നാ പറയാറ്. അതുകൊണ്ട് ഇന്ന് വരെ തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടി ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ മക്കൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് കേട്ടോ. അവരുടെ അമ്മമാര് ടീച്ചറോട് പ്രത്യേകിച്ച് പറയണം എന്തെന്ന്, ഓ അപ്പന ലഞ്ച് വേസേക വൈസ വാപ്പസ് ലേ ആത്താ ഹേ, ഓ അപ്പന ലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവന്റെ ഭക്ഷണം വേസേക്ക വൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേസേക്ക വൈസ വാപ്പസ് ലേ ആത്താ ഹേ, തിരിച്ചു കൊണ്ടുവരികയാണ്. മിസ്സിനോട് നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്യാം, മാഡം കുഞ്ഞ് അതുപോലെ തന്നെ ലഞ്ച് തിരിച്ചു കൊണ്ടുവരികയാണ്, മനസ്സിലായോ? ഓ അപ്പന ലഞ്ച് വേസേക്ക വൈസ വാപ്പസ് ലേ ആത്താ ഹേ. അപ്പൊ മിസ് എന്താ പറയാ, ठीक है ശരി, मैं लंच ब्रेक में उसकी क्लास में जाऊंगी, ഞാൻ ലഞ്ച് ബ്രേക്കിൽ ഉസ്കി ക്ലാസ് में जाऊंगी, मैं खुद ചെക്ക് करूंगी. खुद എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം. ഓക്കെ, ഞാൻ തനിച്ച് ചെക്ക് ചെയ്തോളാം. ആപ് ചിന്ത മത് കീജിയെ, ആപ് ചിന്ത മത് കീജിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ടെൻഷൻ അടിക്കേണ്ട എന്നാണ് കേട്ടോ. ആപ് ചിന്ത മത് കീജിയെ. ഓക്കെ, അപ്പൊ എന്താ പറയാ, ठीक है मैं लंच ब्रेक में इनकी क्लास जाऊंगी और खुद ചെക്ക് करूंगी, ആപ് ചിന്ത മത് കീജിയെ. ഇത് ചില അമ്മമാർക്ക് പറയാനുള്ള ഒരു വിഷമായിരിക്കും അല്ലെ. ശരി, പിന്നെന്താ, പിന്നിപ്പോ ഒന്നും ചോദിക്കാനില്ലെങ്കിൽ ഓർ കുച്ച് ഹേക്കിയാ മാൻ, ഓർ കുച്ച് ഹേക്കിയാ, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാം കേട്ടോ. കുച്ച് നെയ്, കുച്ച് നെയ്, അപ്പൊ ഒന്നുമില്ല. ഓർ കുച്ച് നെയ്, ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചോദിക്കും, എനിക്ക് പോവാൻ കഴിയുമോ, മുജെ ജാ സക്താ ഹൂം, അല്ലെങ്കിൽ മുജെ ജാ സക്തി ഹൂം, സ്ത്രീലിംഗം പുല്ലിംഗം കേട്ടോ. എനിക്ക് പോകാൻ കഴിയുമോ, മുജെ ജാ സക്തി ഹൂം. ഇത് സൈൻ കർ ലീജിയെ, ഇത് സൈൻ കർ ലീജിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈൻ ചെയ്യും. അപ്പൊ നമ്മൾ അവിടെ സൈൻ ചെയ്യുന്നു. बहुत बहुत धन्यवाद അല്ലെ, आपका बहुत बहुत धन्यवाद, आपसे मिलकर अच्छा लगा, ഇതൊക്കെയാണ് നമ്മൾ അവസാനം പറയുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ധന്യവാദ് അല്ലെ. അപ്പൊ ഇതാണ് PTA മീറ്റിംഗിന്റെ ഒരു ചെറിയൊരു കോൺവെർസേഷൻ. ഇതില് മാക്സിമം ഞാൻ എന്താ പറയുന്ന, നോർമലി കേട്ടിട്ടുള്ള കുറെ കംപ്ലൈൻസുകളാണ്. ഇത്ര എനിക്ക് മൈൻഡിൽ വന്നുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമന്റിൽ റിപ്ലൈ തരാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.